ഹായ് നമസ്കാരം. സ്വദേശ് മെഗാ ക്വിസ്, സ്വാതന്ത്ര്യദിന ക്വിസ് എന്നീ ക്വിസ് മത്സരങ്ങളിൽ ഗാന്ധിജിയുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളുണ്ടാകാറുണ്ട്. ഗാന്ധിജിയെക്കുറിച്ചുള്ള രണ്ടാമത്തെ വീഡിയോ ആണിത്. ഒന്നാമത്തെ വീഡിയോ കാണാത്തവർ അത് കണ്ടിട്ട് ഈ വീഡിയോ കാണുകയാണെങ്കിൽ വളരെയേറെ ഉപകാരപ്പെടും. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും സബ്സ്ക്രൈബും ചെയ്യുക. നമുക്ക് വീഡിയോയിലേക്ക് പോകാം. 1915 ജനുവരി 9 ഗാന്ധിജി ഇന്ത്യയിൽ തിരിച്ചെത്തി. അതിനുശേഷം അദ്ദേഹം ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ പ്രവർത്തിക്കുവാനായിട്ട് ആഗ്രഹിച്ചു. അങ്ങനെ 1917 ഗുജറാത്തിലെ അഹമ്മദാബാദിൽ സബർമതി നദിയുടെ തീരത്ത് സബർമതി ആശ്രമം സ്ഥാപിച്ചു. 1917 ചമ്പാരൻ സത്യാഗ്രഹം നടന്നു. ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ ഇന്ത്യയിൽ നടന്ന ആദ്യത്തെ സത്യാഗ്രഹമായിരുന്നു ചമ്പാരൻ സത്യാഗ്രഹം. ചമ്പാരൻ ജില്ല ബീഹാറിലായിരുന്നു. ചമ്പാരനിലെ നീലം കർഷകർക്കിടയിൽ ബ്രിട്ടീഷുകാർ ഏർപ്പെടുത്തിയ നിർബന്ധിത നീലം കൃഷി സമ്പ്രദായമായിരുന്നു തിങ്കാതിയ. ഈ തിങ്കാതിയക്കെതിരെയാണ് സത്യാഗ്രഹം നടന്നത്. കർഷകരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനായി ഗാന്ധിജിയെ ചമ്പാരനിലേക്ക് ക്ഷണിച്ചത് രാജ്കുമാർ ശുക്ല എന്ന വ്യക്തിയായിരുന്നു. 1918 ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ 2 പ്രധാന സമരങ്ങൾ നടന്നു. അതിലാദ്യത്തേതായിരുന്നു 1918 അഹമ്മദാബാദ് മിൽ സമരം. മിൽ തൊഴിലാളികളുടെ കുറഞ്ഞ കൂലി, മോശം തൊഴിൽ സാഹചര്യം എന്നിവയെ എതിർത്തുകൊണ്ടാണ് സമരം നടന്നത്. ഗാന്ധിജിയുടെ ഇന്ത്യയിലെ ആദ്യത്തെ നിരാഹാര സത്യാഗ്രഹമായിരുന്നു അഹമ്മദാബാദ് മിൽ സമരം. ഇതിൻ്റെ ഫലമായി തൊഴിലാളികളുടെ കൂലി 35% വർദ്ധിപ്പിക്കുവാൻ ബ്രിട്ടീഷുകാർ തീരുമാനിച്ചു. രണ്ടാമത് നടന്ന സമരമായിരുന്നു ഖേദ സത്യാഗ്രഹം 1918. ക്ഷാമവും കൃഷിനാശവും മൂലം നികുതി അടയ്ക്കാൻ കഴിയാതെ വന്ന കർഷകർക്ക് വേണ്ടിയാണ് ഈ സമരം നടന്നത്. അവസാനം ബ്രിട്ടീഷുകാർ നികുതി പിൻവലിക്കുവാൻ നിർബന്ധിതരായി തീർന്നു. 1919 റൗലറ്റ് ആക്ടിനെതിരെ സമരം ആരംഭിച്ചു. ആദ്യത്തെ അഖിലേന്ത്യാ രാഷ്ട്രീയ സമരമായി ഇത് മാറി. വിചാരണ കൂടാതെ ആരെയും തടങ്കലിൽ വയ്ക്കാനുള്ള അനുവാദം നൽകുന്ന നിയമമായിരുന്നു റൗലറ്റ് നിയമം. ഇതിനെ തുടർന്ന് 1919 ഏപ്രിൽ 13 അമൃതസറിലെ ജാലിയൻ വാലാബാഗ് എന്ന മൈതാനത്ത് തടിച്ചുകൂടിയ ജനക്കൂട്ടത്തിന് നേരെ ബ്രിട്ടീഷ് പട്ടാളം വെടിയുതിർത്തു. ധാരാളം ആൾക്കാർക്ക് മുറിവ് പറ്റുകയും ഒരുപാട് പേര് മരിച്ചു പോവുകയും ചെയ്ത സംഭവമായിരുന്നു ഇത്. ഇതിനെതിരെ പ്രതിഷേധിച്ചുകൊണ്ട് ഗാന്ധിജി ബ്രിട്ടീഷുകാർ നൽകിയ കൈസറി ഹിന്ദ് പദവി തിരികെ നൽകി. കൈസറി ഹിന്ദ് പദവി നൽകിയത് എപ്പോഴാണെന്ന് നമുക്കറിയാം. രണ്ടാം ബൂവർ യുദ്ധത്തിൽ ആംബുലൻസ് സേനയെ രൂപീകരിച്ചുകൊണ്ട് യുദ്ധത്തിൽ മുറിവേറ്റവരെ സഹായിച്ചതിൻ്റെ ഫലമായിട്ട് ബ്രിട്ടീഷുകാർ നൽകിയ പദവിയായിരുന്നു കൈസറി ഹിന്ദ് പദവി. എന്നാൽ ജാലിയൻ വാലാബാഗ് സംഭവത്തോടുകൂടി ഗാന്ധിജി ഈ പദവിയെ ഉപേക്ഷിക്കുകയുണ്ടായി. ഈ സമയത്താണ് അദ്ദേഹം 1919 തന്നെയാണ് നവജീവൻ പത്രം ആരംഭിച്ചത്. ഗുജറാത്തി ഭാഷയിലും ഹിന്ദി ഭാഷയിലുമാണ് നവജീവൻ പത്രം ആരംഭിച്ചത്. 1920 മുതൽ 1947 വരെയുള്ള കാലഘട്ടം കോൺഗ്രസിലെ ഗാന്ധി യുഗം എന്നാണ് അറിയപ്പെടുന്നത്. 1920 നിസ്സഹകരണ പ്രസ്ഥാനം ആരംഭിച്ചു. ആദ്യത്തെ കേരള സന്ദർശനവും ഈ 1920 തന്നെയാണ്. ഖിലാഫത്ത് നിസ്സഹകരണ പ്രസ്ഥാനങ്ങളുടെ പ്രചാരണത്തിന് വേണ്ടിയാണ് അദ്ദേഹം കേരളത്തിലെത്തിയത്. കോഴിക്കോടാണ് അദ്ദേഹം എത്തിയത്. അദ്ദേഹത്തിനോടൊപ്പം കേരളത്തിലേക്ക് വന്ന മറ്റൊരു വ്യക്തിയായിരുന്നു മൗലാന ഷൗക്കത്ത് അലി. 1922 ചൗരി ചൗര സംഭവം നടന്നു. ഉത്തർപ്രദേശിലെ ചൗരി ചൗര എന്ന ഗ്രാമത്തിൽ സമരം നടത്തിക്കൊണ്ടിരുന്ന ജനക്കൂട്ടം പെട്ടെന്ന് അക്രമാസക്തരാകുകയും പോലീസ് സ്റ്റേഷൻ കത്തിക്കുകയും 22 പോലീസുകാരെ കൊലപ്പെടുത്തുകയും ചെയ്തു. സമരത്തിൻ്റെ അഹിംസാ സ്വഭാവം നഷ്ടപ്പെട്ടതിനാൽ ഗാന്ധിജി നിസ്സഹകരണ പ്രസ്ഥാനം പിൻവലിച്ചു. എന്നാൽ ഗാന്ധിജി അറസ്റ്റ് ചെയ്യപ്പെടുകയും ജയിലിലടയ്ക്കപ്പെടുകയും ചെയ്തു. യർവാദ ജയിലിലായിരുന്നു അദ്ദേഹത്തെ പാർപ്പിച്ചിരുന്നത്. ആ ജയിലിൽ കിടന്നുകൊണ്ട് അദ്ദേഹം സത്യാഗ്രഹം ദക്ഷിണാഫ്രിക്കയിൽ എന്ന ഗ്രന്ഥം രചിക്കുകയുണ്ടായി. ഹിമാലയൻ മണ്ടത്തരം എന്നാണ് അദ്ദേഹം നിസ്സഹകരണ പ്രസ്ഥാനത്തെ വിശേഷിപ്പിച്ചത്. 1924 ബെൽഗാം സമ്മേളനം നടന്നു. 1924 ബെൽഗാം സമ്മേളനത്തിലാണ് ഗാന്ധിജി
ആദ്യമായി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ പ്രസിഡൻ്റായത്. ഒരേ ഒരു തവണ മാത്രമേ ഗാന്ധിജി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ പ്രസിഡൻ്റ് ആയിട്ടുള്ളൂ. അത് 1924 ബെൽഗാം സമ്മേളനമാണ്. 1925 രണ്ടാം കേരള സന്ദർശനം നടന്നു. വൈക്കം സത്യാഗ്രഹത്തിന് പിന്തുണ നൽകാനാണ് അദ്ദേഹം എത്തിയത്. ആ സമയത്ത് അദ്ദേഹം ശിവഗിരിയിൽ വെച്ച് ശ്രീനാരായണ ഗുരുവിനെ സന്ദർശിക്കുകയുണ്ടായി. തുടർന്ന് 1925 തന്നെ ഗാന്ധിജി ചർക്ക സംഘം സ്ഥാപിക്കുകയും ചെയ്തു. 1927 മൂന്നാം കേരള സന്ദർശനം നടന്നു. ഖാദി പ്രചാരണം, അയിത്തത്തിനെതിരായ ബോധവൽക്കരണം എന്നിവയായിരുന്നു ഗാന്ധിജി ലക്ഷ്യമിട്ടത്. 1929 ലാഹോർ സമ്മേളനത്തിൽ പങ്കെടുക്കുകയും നെഹ്റുവിനെ പൂർണ്ണ സ്വരാജ് പ്രമേയത്തിൽ പിന്തുണയ്ക്കുകയും ചെയ്തു. പൂർണ്ണ സ്വരാജ് പ്രമേയം അവതരിപ്പിച്ചത് ജവഹർലാൽ നെഹ്റുവാണ് 1929 ലാഹോർ സമ്മേളനത്തിൽ. 1930 ദണ്ഡി മാർച്ച്, അതായത് ഉപ്പ് സത്യാഗ്രഹം ആരംഭിച്ചു. സബർമതി ആശ്രമത്തിൽ നിന്നാണ് ഗാന്ധിജി ഉപ്പ് സത്യാഗ്രഹം ആരംഭിച്ചത്. അദ്ദേഹത്തോടൊപ്പം 78 അനുയായികൾ കൂടി ഉണ്ടായിരുന്നു. 1930 മാർച്ച് 12 സബർമതി ആശ്രമത്തിൽ നിന്നും ആരംഭിച്ച് ഏപ്രിൽ 6 കടപ്പുറത്തെത്തി. ഉപ്പ് കുറുക്കി നിയമലംഘനം നടത്തി. 355 കിലോമീറ്റർ സഞ്ചരിച്ച് 24 ദിവസം കൊണ്ടാണ് ഗാന്ധിജിയും തൻ്റെ 78 അനുയായികളും കടപ്പുറത്ത് എത്തിയത്. ഗാന്ധിജിയുടെ ദണ്ഡി യാത്രയെ ശ്രീരാമൻ്റെ ലങ്കയിലേക്കുള്ള യാത്ര എന്നാണ് മോത്തിലാൽ നെഹ്റു വിശേഷിപ്പിച്ചത്. അതിനുശേഷം 1931 ഗാന്ധി ഇർവിൻ പാക്റ്റ് നടന്നു. ഗാന്ധി ഇർവിൻ പാക്റ്റ് പ്രകാരം ഗാന്ധിജി നിയമലംഘന പ്രസ്ഥാനം നിർത്തിവെച്ചു. പിന്നീട് 1931 വട്ടമേശ സമ്മേളനത്തിൽ ഗാന്ധിജി കോൺഗ്രസ് പ്രതിനിധിയായി പങ്കെടുത്തു. ഒന്നാം വട്ടമേശ സമ്മേളനം 1930 രണ്ടാം വട്ടമേശ സമ്മേളനം 1931 മൂന്നാം വട്ടമേശ സമ്മേളനം 1932 ഒന്നാം വട്ടമേശ സമ്മേളനത്തിൽ കോൺഗ്രസ് പ്രതിനിധികൾ ആരും തന്നെ പങ്കെടുത്തിരുന്നില്ല. എന്നാൽ 1931 രണ്ടാം വട്ടമേശ സമ്മേളനത്തിൽ കോൺഗ്രസിനെ പ്രതിനിധീകരിച്ചത് ഗാന്ധിജിയായിരുന്നു. ഗാന്ധിജിയെക്കുറിച്ചുള്ള വീഡിയോയുടെ രണ്ടാം ഭാഗം ഇവിടെ അവസാനിക്കുകയാണ്. ബാക്കിയുള്ള ഭാഗങ്ങളുമായി ഉടനെ എത്താം. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും സബ്സ്ക്രൈബും ചെയ്യുക. താങ്ക്